നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ മാറി നല്ല വെയിലൊക്കെ വന്ന് തുടങ്ങി. മഹദിയും മേധയും കൂടെ പുറത്തോട്ട് പോവാം. ഇപ്പോൾ രാവിലെ നല്ല കരിയില വീഴാം കേട്ടോ. രാവിലെ തൂത്താൻ മിറ്റം കണ്ടാൽ പറയത്തില്ല, നല്ലതായിട്ട് വീണോണ്ടിരിക്കും കരിയില ഫുള്ളും. നല്ല കാറ്റും ഉണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് നല്ല പണിയുണ്ട് ഇന്ന് വന്നു കഴിഞ്ഞിട്ട്. അപ്പോൾ അവർ ഗേറ്റൊക്കെ തുറന്നു. പുറത്ത് പോകുന്നതിൻ്റെ സന്തോഷം കേട്ടോ. ഇപ്പോൾ തുണിയെല്ലാം ഞാൻ വെയിലത്തിട്ടൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട്. ആ തുണിയുടെ മണ്ടയിൽ കൂടി ഈ ചാടുന്നെല്ലാം. ദീപാവലിയൊക്കെ ആഘോഷിച്ചിട്ട് അവർ പോകത്തുള്ളൂ. കുഞ്ഞാപ്പിനെ കിടത്തിയിട്ട് അടുക്കള കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ കുഞ്ഞാപ്പിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. ഇപ്പം കമലാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവളെ ഇവിടെ കിടത്തിയില്ലെങ്കിൽ അവൾക്ക് എപ്പോഴും ഞാൻ എൻ്റെ കൈ ഇരിക്കണം. മഹതി ഉണ്ടെങ്കിൽ കുറച്ച് നേരം മഹതിക്കുട്ടി എടുത്ത് കളിച്ചോളൂ. ഞങ്ങൾ പുറത്ത് പോയി ഇനി മഹതിക്കുട്ടി ഏൽപ്പിച്ചിട്ട് ഞാൻ അടുക്കള കയറട്ടെ. അവരോടെ കിടന്ന് കളിക്കട്ടെ. മഹതിയോട് കുറേ സംസാരിക്കും കേട്ടോ. മഹതിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഹതിയെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. മേധക്കുട്ടി വന്നു കഴിഞ്ഞാൽ അവൾക്ക് പേടിയാണ്. പക്ഷെ മഹതിയോട് അങ്ങനെയല്ല. മഹതിയോട് ഭയങ്കര അടുപ്പമാണ്. മേധക്കുട്ടി സ്നേഹിക്കാൻ വരുന്നെങ്കിൽ മേധക്കുട്ടി വരും പേടിയാണ്. അവൾക്കും പേടി, എനിക്കും പേടിയാണ്. അവൾ പേടിച്ചിരിക്കുന്നത്. മമ്മീനെ ശല്യം ചെയ്യുന്ന മേധക്കുട്ടി കേട്ടോ. മമ്മിയോടെ പറഞ്ഞപ്പോഴേക്ക് ഓടുവാ. അപ്പം ഞാൻ ഇടയ്ക്ക് കുഞ്ഞാമ്മ എണീറ്റായിരുന്നു. അപ്പം ഉറക്കാൻ വേണ്ടിയിട്ട് വന്നാൽ അപ്പം ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു എൻ്റെ അടുത്ത് ഇത്ര നേരം. ഹലോ, ഹായ് പറഞ്ഞേ. ഹായ് 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 പറഞ്ഞല്ലോ. ഹായ് ഹായ് ഹായ്. ചേച്ചിമാരൊന്ന് കുത്തിപ്പൊക്കിയിട്ട് പോയതാ. എനിക്ക് വേണ്ടിയിട്ട് രണ്ടുപേരെന്നെ സഹായിക്കും കേട്ടോ. മേധക്കുട്ടിയുടെ ദേഹത്ത് മൊത്തം സ്കെച്ച് കൊണ്ട് വെച്ചേക്കോ അവള്. അപ്പോൾ രണ്ടുപേരും കൂടെ എന്നോട് പറഞ്ഞു, അമ്മ പൊക്കോ, അമ്മ ബാക്കി ജോലി ചെയ്തോ, ഞങ്ങൾ തൂത്തേക്കാന്ന്. രണ്ടുപേരും എന്നെ ചൂല് മേടിച്ച് വെച്ചിട്ടുണ്ട്. തൂക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ആണേ, നല്ല കുട്ടികളാണ്. പെട്ടെന്ന് തൂത്തോ. ആ ആ ചൂലും കൊണ്ട് ഓടാനല്ല, ചൂലും കൊണ്ട് തൂക്ക. അത് എൻ്റെ നിന്ന് ചൂല് മേടിച്ചുള്ള ഓടുന്ന പരിപാടിയാണ് മേധക്കുട്ടി. മഹതിക്കുട്ടിക്ക് കുറേ നേരം മഹതിയുടെ അമ്മേ ഞാൻ തൂക്കാന്ന്. അപ്പോൾ ഞാൻ മഹതിക്കുട്ടി ഒരു ആഗ്രഹമില്ല, ഒന്ന് സഹായിച്ചു കൊടുത്തേക്കാൻ ഓർത്തു. അപ്പോൾ ഒരു ദിവസത്തെ ഏറ്റവും വലിയ ജോലിയാണ് ക്ലീനിങ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അവൾമാരെ ഞാൻ അതുകൊണ്ടാണ് പുറത്തോട്ട് വിട്ടത്. അല്ലെങ്കിൽ അവൾമാർ ഇവിടെ എല്ലാം ഭയങ്കരമായിട്ട് വൃത്തികേടാക്കിയിടും. ഇതൊക്കെ മേധക്കുട്ടിയുടെ പണിയുണ്ട്, ഈ ഭിത്തി പൊളിക്കുന്നത്. ഇനിയിപ്പോഴൊന്നും ഇത് ശരിയാക്കുന്നില്ല, കാരണം നമ്മൾ പിന്നെയും പൊളിച്ചുകൊണ്ടിരിക്കും. ഇനി വെക്കേഷൻ അവധി വന്നിട്ട് വേണം വീണ്ടും ഒന്നുകൂടെ പെയിൻ്റ് എന്ന് ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവൾമാരെ ഇവിടുന്ന് മാറ്റണം, അല്ലെങ്കിൽ പിന്നെ ഇവൾമാരിത് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ രണ്ടുപേരെ ഞാൻ തൂക്കാൻ ഏൽപ്പിച്ചു. പക്ഷേ ഇതുവരെയായിട്ടും കാര്യങ്ങളൊന്നും നീങ്ങിയിട്ടില്ല. ചപ്പ അവിടെ തന്നെ കിടപ്പുണ്ട്. മേതക്കൂടിയാണെങ്കിൽ ചൂല് കൊണ്ട് കറക്കുക. അപ്പം അവരെ മാമൻ എത്താറായി കേട്ടോ. മാമനും മാമിയും വരുന്നത് ഇപ്പം വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പം രണ്ടുപേരും കൂടെ അക്ഷീതും ആദവും ഉണ്ടെന്ന്. അപ്പോൾ രണ്ടുപേരും കൂടെ സ്വീകരിക്കാൻ വേണ്ടി അവന്മാർ നിൽക്കുക കേട്ടോ ഇവിടെ. ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾക്ക്. പെട്ടെന്നായിരുന്നു അവർ പറഞ്ഞേ എത്താറായെന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി വന്ന മേതക്കുട്ടിയാണെങ്കിൽ അവിടെ പോയി നോക്കി നിൽക്കുമോ മാമനെ. ഈ ആകാശത്ത് കൂടെ മറ്റേ ഇത് കൊക്ക വന്നു ഈ പറന്നു വന്നു കേട്ടോ. ക്ലിയറായിട്ട് കാണത്തില്ല, ഇടയ്ക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. നല്ല രസമുണ്ട് ഇങ്ങനെ ഇത് പറന്നു വന്നേ കാണാനേ. മഹതി എന്നെ കാണിച്ചത്, പക്ഷെ അങ്ങനെ കാണത്തില്ല കേട്ടോ. അല്ലാതെ കാണത്തുള്ളൂ, ക്യാമറ വെച്ച് നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ എത്ര തൂത്തുവാരിയാലും കരിയില ഇങ്ങനെ വീണുകൊണ്ടിരിക്കും കേട്ടോ. ഇഷ്ടം പോലെ ആഞ്ജലിയുടെ കയ്യിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഇവിടെ മെയിൻ ഹോബിയാണ് സ്കെച്ച് കണ്ടാലും എന്ത് കണ്ടാലും ക്യൂട്ടസ് കണ്ടാലും എല്ലായിടത്തും ദേഹത്ത് വെച്ച് വെക്കും. ഈ ഇരിക്കുന്ന കല്ലിൽ നമ്മളിപ്പം കാണിച്ചു വരട്ടെ. ഇപ്പോൾ ഞാൻ ഇത് 3ാമത്തെ തവണ ഇവിടെ കുളിപ്പിക്കുന്നത് തന്നെ. വീട്ടിലിരുന്ന് ഇവള് ഭയങ്കര കുസൃതിയാണ്. മമ്മീനെ മക്കളെ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. കുട്ടിയുടെ പണിയാണ് നക്ഷത്രമൊക്കെ വരച്ച് വെച്ച് കാണിച്ചു മേതക്കുട്ടി. ഇതെല്ലാം അങ്ങനെ സ്കെച്ചാണേ. മേതക്കുട്ടിയുടെ മെയിൻ പല്ല്. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് മുഖത്തും എല്ലാം കുളിപ്പിച്ചിട്ട് പോലും മാറുന്നില്ലത്. ഗോമാമനൊക്കെ എത്തി. ഗോമാമൻ ചാടിയാ. ഹലോ, ഇത് ആദ്യക്കുട്ടിനെ ഓടി വാ. ബലൂൺ കിട്ടി എവിടുന്ന ആണോ? രണ്ടുപേരും കൂടെ ഓടി കുഞ്ഞാവെ നോക്കാൻ വേണ്ടി പോവാട്ടോ. അക്ഷിതിനെ അതിനെ കണ്ടപ്പോൾ മൃദുലക്കുട്ടി ഭയങ്കര ചിരി. ചേട്ടൻ അക്ഷിതയുടെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. തലോട്ടല്ലേ മോനെ, കുഞ്ഞിപ്പെങ്ങളാണേ. തലോട്ടല്ലേ, അടുത്ത ചേട്ടാ കയറി പോവാ. അക്ഷിതയുടെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അടുത്ത ചെറിയ സാധനം ഓടുക. അതും അത്യാവശ്യം. സന്ധ്യ ആയിപ്പോയെന്നാ ഈ പറയുന്നത്. എന്താ പോലെ എന്താ പറഞ്ഞേ? സന്ധ്യ ആയിപ്പോയെന്ന്. മൃദുലക്കുട്ടി ഭയങ്കര ആലോചനയാണല്ലോ. അപ്പച്ചക്ക് വയ്യടാ മോനെ അത് കയറ്റിയിരുത്താൻ. അപ്പോൾ എൻ്റെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഭയങ്കര കളിയാട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.